പ്രകൃതിയിൽ സമൃദ്ധിയുടെ പുതുപ്രതീക്ഷകൾ നിറയുന്ന വിഷുക്കാലം. സൂര്യൻ മീനരാശിയിൽ നിന്ന് മാറി മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന മുഹൂർത്തം. മേടം 2-നാണ് ഇത്തവണ വിഷു. അതും അപൂർവത. ഐശ്വര്യത്തിന്റെ ഉത്സവമാണ് വിഷുദിനം. കൊന്നപ്പൂക്കൾ അതിന്റെ പ്രതീകവും. കർണികാര പുഷ്പമെന്നും കൊന്നപ്പൂവിന്റെ മറ്റൊരു പേര്. വിശ്വാസപ്രകാരം ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട പുഷ്പം. വൃന്ദാവനത്തിൽ ലീലയാടുന്ന ഉണ്ണിക്കണ്ണൻ കാട്ടിൽ ചെന്ന് കർണികാര പൂങ്കുലകൾ കാതുകളിൽ തൂക്കിയിട്ട് മനോഹരമായി വേണുഗാനം പൊഴിക്കുന്ന രംഗം ഭാഗവതത്തിലുണ്ട്. പീതാംബര പട്ടണിഞ്ഞ് ഓടക്കുഴൽ വിളിക്കുന്ന ഉണ്ണിക്കണ്ണൻ കണിവിഗ്രഹമായി വിഷുദിനത്തിൽ അലങ്കരിച്ചു വെക്കുന്നു. വാൽക്കണ്ണാടിയും വിളക്കും കണിവെള്ളരിയും ധാന്യങ്ങളും സ്വർണവും നാണയവും പഴങ്ങളും, അങ്ങനെ സമൃദ്ധിയെ വെളിവാക്കുന്ന വിഷുക്കണി. ഒപ്പം വിഷുക്കൈനീട്ടം. അകമ്പടിയായി പൂത്തിരിയും പടക്കങ്ങളും. പിന്നെ സകുടുംബം വിഷുസദ്യ. മലയാളികളുടെ പ്രിയപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് വിഷു. എല്ലാ വിഷുക്കാലവും വൈലോപ്പിള്ളിയുടെ പ്രസിദ്ധമായ ആ 4 വരികൾ നമ്മൾ ഓർക്കും, കേൾക്കും. എത്ര ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂക്കളും.